ഹായ് മക്കളെ, കൊമേഴ്സ്യൽ ട്രേഡിന് വളരെയധികം ഇമ്പോർട്ടൻസ് ആണുള്ളത്. നമുക്കറിയാം, ട്രേഡ് എന്ന് പറയുന്ന സമയത്ത് ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്. സാധനങ്ങൾ വാങ്ങുന്നതും അതുപോലത്തെ അതിൻ്റെ സേവനങ്ങളൊക്കെയാണ് ട്രേഡിൽ വരുന്നത്. അതുപോലെ തന്നെ ട്രേഡിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഇന്റേണൽ ട്രേഡും എക്സ്റ്റേണൽ ട്രേഡും. ഇന്റേണൽ ട്രേഡ് അല്ലേ, അകത്ത് നടക്കുന്നതാണ്. ഒരു രാജ്യത്തിന്റെ അകത്ത് നടക്കുന്ന ട്രേഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം എക്സ്റ്റേണൽ ട്രേഡിലേക്ക് വരുന്ന സമയത്ത് ഒരു രാജ്യത്തിന്റെ അതിർത്തി കടന്ന് മറ്റൊരു രാജ്യത്ത് നടക്കുന്ന ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഇന്ത്യയിൽ നടക്കുന്ന ഒരാളും ഇന്ത്യയിൽ നിന്നുള്ള ഒരാളും അതേപോലെ തന്നെ ഇനി ചൈനയിൽ നിന്നൊരാളും തമ്മിൽ എന്താക്കുന്ന സാധനങ്ങൾ വാങ്ങുന്നതും അതുപോലെ തന്നെ വിൽക്കുന്നതുമായിരിക്കാം. സോ ദാറ്റ് ഈസ് എക്സ്റ്റേണൽ ട്രേഡ്. ഇനി ഇന്റേണൽ ട്രേഡിലേക്ക് വരുന്ന സമയത്ത് അവിടെ രണ്ടായിട്ട് ഇന്റേണൽ ട്രേഡിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഹോൾസെയിൽ ട്രേഡും അതേപോലെ തന്നെ റീറ്റെയിൽ ട്രേഡും. വലിയ ക്വാണ്ടിറ്റിയിൽ, അതായത് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ വാങ്ങുന്നതിനെയാണ് നമ്മൾ ഹോൾസെയിൽ ട്രേഡ് എന്ന് പറയുന്നത്. ഹോൾസെയിൽ ട്രേഡ് പ്രാക്ടീസ് ചെയ്യുന്ന ആളെ നമ്മൾ പറയുന്നു ഹോൾസെയിലർ അല്ലെങ്കിൽ ഹോൾസെയിൽ ട്രേഡർ എന്ന് പറയുന്നു. ഹോൾസെയിൽ ട്രേഡർ എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസറുടെ പക്കൽ നിന്നും വലിയ ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ റീറ്റെയിലർക്ക് ചെറിയ ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ വിൽക്കുന്നു. ഇനി റീറ്റെയിൽ ട്രേഡർ ആണെന്നുണ്ടെങ്കിലോ, ചെറിയ ക്വാണ്ടിറ്റിയിൽ ഹോൾസെയിലറുടെ കയ്യിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കുന്നു. അതോടൊപ്പം തന്നെ ചെറിയ ക്വാണ്ടിറ്റിയിൽ കസ്റ്റമർക്ക് അല്ലെങ്കിൽ കൺസ്യൂമർക്ക് സാധനങ്ങൾ കൊടുക്കുന്നു. ഇതിനെയാണ് നമ്മൾ റീറ്റെയിൽ ട്രേഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എക്സ്റ്റേണൽ ട്രേഡിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഇൻപോർട്ട് ട്രേഡ് എന്നും എക്സ്പോർട്ട് ട്രേഡ് എന്നും എൻട്രി പോർട്ട് ട്രേഡ് എന്നും ക്ലാസിഫൈ ചെയ്തു. ഇൻപോർട്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, ഒരു രാജ്യത്തിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് നമ്മൾ ഇൻപോർട്ട് ട്രേഡ് എന്ന്. ഇനി എക്സ്പോർട്ട് ട്രേഡിലേക്ക് വരുന്ന സമയത്ത് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഗുഡ്സ് സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എക്സ്പോർട്ട് ട്രേഡ് എന്ന്. ഇനി എൻട്രി പോർട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു രാജ്യത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു, അതായത് പർച്ചേസ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം ആ ഗുഡ്സിനെ മറ്റൊരു രാജ്യത്തേക്ക് സെയിൽ ചെയ്യുന്നു. ദാറ്റ് ഈസ് എൻട്രി പോർട്ട് ട്രേഡ്. അപ്പോൾ മക്കളെ, ട്രേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലെയുള്ള കണ്ടന്റ് വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ വിഘ്നേഷ് ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ ബൈ.